നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. ഇപ്പോൾ ലോകം ഇനി ഭരിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ പത്രങ്ങളൊക്കെ വായിച്ചു കാണും, അറിഞ്ഞു കാണും. എന്താണ് സിലിക്കോൺ വാലി, അമേരിക്കൻ മാർക്കറ്റിലെ ടെക് ജയൻസ്, അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി ലൈഫിൽ ഡീപ് സീക്ക് എന്ന് പറഞ്ഞ ഒരു ചൈനീസ് AI മോഡൽ, അതിൻ്റെ വരവ് എത്രമാത്രം പ്രത്യാഘാതം സൃഷ്ടിച്ചു. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, ഏകദേശം $1 ട്രില്യൺ നഷ്ടമാണ് നേരിട്ടത്. അതേപോലെ തന്നെ ഒരു ചിപ്പ് മേക്കിംഗ് കമ്പനിയുണ്ട് കാലിഫോർണിയ, NVIDIA. അവർക്ക് ഇന്നലെ നഷ്ടമായത് $600 ബില്യൺ. ചിന്തിക്കുമ്പോൾ സംഭവമാണ്. ഇപ്പം ഞാൻ ഈ ഡീപ് സീക്കൊക്കെ എടുത്ത് നോക്കി സംഭവം എങ്ങനെയാണ് വർക്ക്. ഞാൻ അത് ലോഗിൻ ചെയ്തു. നമ്മൾ ഈ ഗൂഗിളിൻ്റെ ജെമിനി, മറ്റുള്ള ചാറ്റ് GPT ഭയങ്കര സംഭവമാണ്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ പറയുന്നതിനേക്കാളൊക്കെ ഫാർ അഡ്വാൻസ്ഡാണ്. ഫാർ കാരണം വളരെ ചീപ്പ്, ഫ്രീ ആയിട്ടാണ്. അപ്പോൾ അടുത്ത ചോദ്യം, എങ്ങനെയാണിത് പെട്ടെന്ന് ഇത് കയറി ഇത്രയും ഗ്ലോബലി ഇതിന് വലിയ പ്രാധാന്യം ഉണ്ടായത്? ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, 2023 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ CEO ഫൗണ്ടർ എന്ന് പറയുന്ന ലിയാൻ വെൻഫെക് എന്ന് പറയുന്നൊരു ചൈനീസ് ഗ്രാമത്തിൽ ജനിച്ചു വളർത്തുന്ന ഒരാളാണ്. അടുത്ത പോയിന്റ്, ഇദ്ദേഹം ടെക്നോളജി ഒന്നും പഠിച്ച ജോലി ചെയ്ത ആളൊന്നുമല്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണ് അടുത്ത യൂണിവേഴ്സിറ്റിയിൽ. ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത് CEO ആയിട്ടിരുന്നത് ചൈനയിലുള്ളൊരു ഫിനാൻഷ്യൽ ഹെഡ്ജസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. അപ്പം അവിടുന്നാണ് ഈ പറയുന്ന ആൾ ഈ കാലിഫോർണിയ വന്നിട്ട് NVIDIA കമ്പനിയുമായിട്ട് സഹകരിച്ച് ചിപ്പ് വാങ്ങി, അതായത് AI ചിപ്പ് വാങ്ങിയിട്ട് ചൈനയിൽ കൊണ്ട് അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് അമേരിക്കൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നറിയോ, അതും കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ചൈനയിലോട്ടുള്ള അതിൻ്റെ എക്സ്പോർട്ട് കംപ്ലീറ്റ് അങ്ങ് ബ്ലാങ്കറ്റ് ബാൻ ചെയ്തു അമേരിക്കൻ ഗവൺമെൻറ്. അപ്പോഴത് കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ച് അവിടെ പോവുകയും ചൈനീസ് സർക്കാരുമായിട്ട് സഹകരിക്കുന്നു. ഉറപ്പായിട്ട് ചൈനീസ് ഗവൺമെൻറ് ഇതിൻ്റെ പുറകിലുണ്ട്. ചൈനീസ് ഗവൺമെൻറ് $6 മില്യൺ, അതിന് വരുന്ന തുക ചൈനീസ് കറൻസി ഇയാളെ ഫിനാൻഷ്യലി സഹായിക്കുന്നു. വെറും $6 മില്യൺ. ഈ $6 മില്യൺ ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടായത്. അതായത് AI ബേസ്ഡ് ആയിട്ടുള്ള ചിപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സംഭവമായിട്ടങ്ങ് മാറി. ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായ അത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 2023 ഇത് ലോഞ്ച് ചെയ്തതാണ്. ഈ ജാനുവരി 2025 ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായ R1 ലോഞ്ച് ചെയ്യുന്നത്. ഈ R1 ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയോ? ഐഫോണിൻ്റെ അകത്ത് മുഴുവൻ ഇത് കയറി അങ്ങ് ആപ്പിൽ കയറി ഇതങ്ങ് ഡൗൺലോഡ് ചെയ്യും. ഇതാണ് ബേസിക്കലി അമേരിക്കയെ പിടിച്ചൊലച്ചത്. കാരണം ഐഫോണാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഐഫോൺ കുറച്ചൊരു സാമ്പത്തികമുള്ളവരാണ് യൂസ് ചെയ്യുന്നത്, കുറച്ച് ബിസിനസ്സുകാരും. അല്ലാതെ എല്ലാവർക്കും അത്, കാരണം അത് എക്സ്പെൻസീവാണ് ഈ ഐഫോൺ. അപ്പോൾ ഐഫോണിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 1-2 ആഴ്ച കൊണ്ട് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്തേക്കുന്ന ഡീപ് സീക്കാണ്. അതായത് മാസീവായിട്ടങ്ങ് ഡൗൺലോഡ് ചെയ്ത് ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ബേസിക്കലി ഗ്ലോബൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാസ്ഡാക്കിലാണെങ്കിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, യൂറോപ്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അടിവിട്ടിയത്. ആലോചിക്കുക സംഭവം. കാരണം അയാളെ സമ്മതിച്ചു കൊടുക്കണം. അയാൾ ഈ പറയുന്ന AI ടെക് ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ല, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടാണ്. അയാളെയാണ് ചൈനീസ് ഗവൺമെൻറ് ഏൽപ്പിച്ചത് ഇത് ഡെവലപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, സാം ആൾട്ട്മാൻ, ചാറ്റ് GPT CEO ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ടെക്നോളജി ഒക്കെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞ സംഭവമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് AIയിൽ മുന്നോട്ട് പോകാൻ പറ്റും? സംഭവം ചോദ്യമാണ്. അതിനകത്ത് നമ്മൾ ബേസിക്കലി ഇന്ത്യക്കാർ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ AIയിൽ പുറകിലോട്ട് പോകാൻ പാടില്ല. ഇവിടെ മോദി ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ് ആരാണെങ്കിലും പണ്ട് ചെയ്ത് ഇന്ത്യയുടെ മോഡലായ AI കൊണ്ടുവന്നേ മതിയാവത്തുള്ളൂ. ആണ് ആവശ്യമാണ്. കാരണം ഇത്
ഫ്യൂച്ചർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ AI ആണ്. എല്ലായിടത്തും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയും. ഇപ്പോൾ എനിക്കൊരു ടെക്സ്റ്റ് എഴുതണം, ഒരു ലെറ്റർ എഴുതണം, അത് എഴുതണം, ഇത് എഴുതണം. ഞാൻ എന്തോരം ഈ സംഭവങ്ങളൊക്കെ ഞാൻ AI ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 മിനിറ്റ് എഴുതുന്ന ലെറ്റർ എനിക്ക് ഏകദേശം 45 സെക്കൻഡ് കൊണ്ട് തയ്യാറായി. അത്രമാത്രം ടൈം കൺസ്യൂം ചെയ്തു. അതേപോലെ മെയിൽ അയക്കണം, റിപ്ലൈ കൊടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ചാറ്റ് GPT-യേക്കാളും ഈ ഡീപ് സീക്കിൻ്റെ ട്രാൻസ്ലേഷൻ നല്ല ക്വാളിറ്റി, പല ഭാഷയിലും ചെയ്യാൻ പറ്റും. അതായത് ബില്യൺസും കൊടുത്ത് ചാറ്റ് GPT ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ 4.0 എന്ന് പറയും, 4.0. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നതിനേക്കാളും ഇത് ഫ്രീ സോഴ്സ്, ഇത് ഇല്ലേ, കാരണം R1 മോഡൽ വരെ ഫ്രീ ആയിട്ടാണ്. അതായത് അവരെ 6 മില്യനെ ചിലവായാലും ഇവിടെ ബില്യൺസും ചിലവായി. ഇതാണ് ബേസിക് മാർക്കറ്റ് തകർത്ത് കളഞ്ഞത്. അതായത് സിലിക്കോൺ വാലിയുടെ വെടി തീർത്ത് കളഞ്ഞു. എന്തുകൊണ്ട് ഇന്ത്യക്ക് ട്രൈ ചെയ്ത് വിടാണ് ഞാൻ ചോദ്യം വരുന്നത്. ഇത് കേൾക്കുന്ന ആൾക്കാർക്കും നിങ്ങളും ഇത് മനസ്സിലാക്കേണ്ട പോയിന്റ്. കാരണം ഇനിയും വരാനുള്ളത് AI ബേസ്ഡ് ആണ്. കാരണം ടൈമല്ലേ, കാരണം AI കംപ്ലീറ്റ് ഒരു ലൈഫിനെ കയറി ഭരിക്കാൻ പോവുകയാണ് പൂർണ്ണമായിട്ട്. അതിനിടയ്ക്ക് ചാറ്റ് GPT-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ന്യൂയോർക്ക് ടൈംസിൽ വന്നു. ഒരാൾക്ക് ഇപ്പോൾ ചെറുപ്പക്കാരനോ അല്ലാത്ത ആൾക്ക് ഇപ്പോൾ ഗേൾ ഫ്രണ്ട് വേണം. ഈ പറയുന്ന ചാറ്റ് GPT-യുടെ മോഡൽ ഗേൾ ഫ്രണ്ട് ആവുമോ? കാരണം നിങ്ങൾക്കറിയാം ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ആൾക്കാരധികവും ഈ ഏകാന്തതയാണ് ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് ഈ മനുഷ്യനെ. അവിടെ AI മോഡൽ ഗേൾ ഫ്രണ്ട് ആവുന്നു, ബോയ് ഫ്രണ്ട് ആവുന്നു, സംസാരിക്കുന്നു, അതേപോലെ റെസ്പോണ്ട് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് വെർച്വൽ സെക്സ് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ AI മോഡൽ ഈ ചാറ്റ് GPT-ക്കകത്ത് അതുവരെ ഉണ്ട്. അതാണ് ഞാൻ ഭരിക്കുന്നത്. മനുഷ്യനെ കംപ്ലീറ്റ് ആയിട്ട് ലോകം കൊണ്ടുപോകുമ്പോൾ AI ആണ് കയറി ഡോമിനേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും ആ രംഗമാണെങ്കിലും ഈ രംഗമാണെങ്കിലും അമേരിക്കൻ മീഡിയ ഏകദേശം 50% AI മോഡലിലോട്ടങ്ങ് മാറി. കാരണം ഒരു മാഗസിൻ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ലപോലെ അങ്ങ് പ്രോംപ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരാളെ 1-2 പേരെ നിർത്തിയാൽ മതി. ഈ സംഭവം പൂർണ്ണമായിട്ട് എഡിറ്റ് ചെയ്ത് കയ്യിൽ തരും, ഡിസൈൻ ചെയ്ത് കയ്യിൽ തരും. ഇപ്പം ഞങ്ങളുടെ വീഡിയോയുടെ പുറകിൽ കാണുന്ന ഇതൊക്കെ AI മോഡലാണ് സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. വെർച്വലിൻ്റെ അകത്ത് കയറി അങ്ങ് ചെയ്യൂ. എല്ലാം വളരെ സിമ്പിളായിട്ടങ്ങ് മാറി. അതുകൊണ്ട് ഇന്ത്യക്ക് ഇനി മാറി നിൽക്കാൻ സാധ്യമല്ല. ഇന്ത്യക്കിത് വളരെയധികം ഇന്ത്യ ഗവൺമെൻറ് വളരെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ടെക്നോളജി മിനിസ്ട്രി ആണെങ്കിലും ടെലികോം മിനിസ്ട്രി ആണെങ്കിലും PMO ആണെങ്കിലും, കാരണം നമുക്ക് മിടുമിടുക്കന്മാരായ മന്ത്രിമാരുണ്ട്, അശ്വിനി വൈഷ്ണവ് ആണെങ്കിലും മറ്റുള്ളവർ, അവർക്ക് ഈ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്നവർ. അപ്പോൾ അവരെ നമ്മളിത് മുന്നിൽ വന്നേ മതിയാവത്തുള്ളൂ. അതായത് ഒരൊറ്റ കമ്പനിയുടെ ചൈനീസ് AI ഡീപ് സീക്ക് കൊണ്ട് അമേരിക്കൻ കമ്പനികൾ ഒന്നടങ്കം വെട്ടിയേക്കുന്നത്. ഇന്ത്യ ഇനിയും പുറകിൽ മാറി നിൽക്കാൻ സാധിക്കില്ല. ഇനി ഇതെങ്ങനെ ഫർദർ പോകുമെന്ന് എനിക്കറിയത്തില്ല ഡീപ് സീക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഡീപ് സീക്ക് സംഭവം കേട്ടോ, നിങ്ങളത് ഫ്രീ ആണ് സംഭവം. നിങ്ങൾ തുറന്നു നോക്കിയാൽ മനസ്സിലാകും. കാരണം എന്ത് ചോദിച്ചാൽ എന്ത് പറഞ്ഞാലും, കാരണം എൻ്റെ ലാംഗ്വേജ് ട്രാൻസ്ലേഷനൊക്കെ വളരെ വളരെ സിമ്പിളാണ്. കാരണം വളരെ ചിലവ് കുറവാണ്. ഭരിക്കാൻ പോകുന്ന AI ആണ്. അതിൻ്റെ അകത്ത് ഡീപ് സീക്ക് ഈ പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് സ്റ്റാർട്ടപ്പ്, അതിൽ നിന്ന് ഗ്ലോബൽ കമ്പനികളെ മലർത്തി അടിച്ചു എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് BBC-യുടെ റിപ്പോർട്ട് വായിച്ച് ഇറ്റ്സ് ഷോക്കിംഗ് ദ വേ ഹി ഹാൻഡിൽഡ് ഇറ്റ്. കാരണം അമേരിക്കയിൽ നിന്ന് പുറത്താക്കി അതിന് സ്വന്തമായിട്ട് ഗ്രാമത്തിൽ വന്ന് തുടങ്ങി അമേരിക്കൻ കമ്പനികൾ എൻവിഡ എന്ന് പറഞ്ഞ കമ്പനിക്ക് എന്നിട്ട് പണി കൊടുത്തു. സോ ഓസം സ്റ്റോറി.